പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. ആ രണ്ടുപേരിൽ ആരാണ് അവനെ കൂടുതൽ സ്നേഹിക്കുക? ലൂക്ക 7:42. സ്നേഹമുള്ളവരെ, ഈ സുവിശേഷ ഭാഗത്ത് പാപിനിക്ക് മോചനം കൊടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈശോയുടെ അടുത്ത് വന്ന് കണ്ണുനീര് കൊണ്ട് കാല് കഴുകുകയും തലമുടി കൊണ്ട് പാദം തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ ഈശോയെ അത്താഴത്തിന് ക്ഷണിച്ചിരുന്ന ഒരുവൻ ഇത് കണ്ട് അസ്വസ്ഥതപ്പെട്ടപ്പോൾ അവനോട് ഒരു ഉപമ ഈശോ പറഞ്ഞു. ഒരു ഉത്തമർണന് 2 കടക്കാരുണ്ടായിരുന്നു. ഒരുവൻ 500 മറ്റവൻ 50 ദനാറ കടപ്പെട്ടിരുന്നു. വീട്ടാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇരുവർക്കും അവൻ ഇളച്ചു കൊടുത്തു. സ്നേഹമുള്ളവരെ, അങ്ങനെ ഇളച്ചു കിട്ടിയവരിൽ ആരായിരിക്കും അവനെ കൂടുതൽ സ്നേഹിക്കുക? ഇളച്ചു കൊടുത്തവനെ സ്നേഹിക്കുക എന്നാണ് ഈശോയുടെ ചോദ്യം. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഉത്തരം. 500-50 കടമുണ്ടായിരുന്നവരിൽ 500 ഇളച്ചു കെട്ടിയവൻ തീർച്ചയായിട്ടും കൂടുതൽ കൊടുത്തവനെ സ്നേഹിക്കും എന്നുള്ളത് സാധാരണമാണ്. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്ന് ഈശോ ഫരിസയനോട് പറയുകയാണ്. ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് അത് മനസ്സിലാക്കിയ, അത് തിരിച്ചറിഞ്ഞ, നന്ദി കൊണ്ട് ഹൃദയം നിറഞ്ഞ അവൾ അത് പ്രവൃത്തി കൊണ്ട് പ്രകടിപ്പിക്കുകയാണ്. അതുതന്നെയാണ് സംഭവിച്ചത്. സ്നേഹമുള്ളവരെ, പൗലോസ്ലിയുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും ഇത് തന്നെയാണ്. പൗലോസ്ലിയ കൊറിന്തോസാർക്ക് എഴുതിയ 1-ാം ലേഖനത്തില് 15-ാം അധ്യായത്തില് നാം കാണുന്നുണ്ട്. പൗലോസ്ലിയ പറയുകയാണ്, ഞാൻ നിസ്സാരനാണ്, അപ്പസ്തോലൻ എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യതയില്ലാത്തവനാണ്. കാരണം എന്താണ്? ഞാൻ ക്രിസ്തുവിന്റെ സഭയെ പീഡിപ്പിച്ചവനാണ്. എന്നിട്ട് പോലും എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ രക്ഷിച്ച, എൻ്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ രക്ഷിച്ച ഒരു ദൈവം ഉണ്ട് എന്ന് പൗലോസ്ലീഹ തിരിച്ചറിഞ്ഞപ്പോൾ പൗലോസ്ലീഹ ഏറ്റുപറയുകയാണ്, ഞാൻ അപ്പസ്തോലന്മാരിൽ ഏറ്റവും നിസ്സാരനാണ്. ദൈവത്തിന്റെ സഭയെ പീഡിപ്പിച്ചത് നിമിത്തം അപ്പസ്തോലൻ എന്ന നാമത്തിന് ഞാൻ അയോഗ്യനാണ്. അയോഗ്യത ഏറ്റു പറഞ്ഞുകൊണ്ട് പൗലോസ് തന്റെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കുകയാണ്. ആരുടെ സഭയെ പീഡിപ്പിച്ചുവോ ആ സഭയ്ക്ക് വേണ്ടി, ആ ദൈവത്തിന് വേണ്ടി, ആ ദൈവത്തെ സേവിക്കുവാൻ വേണ്ടി എത്ര വലിയ സഹനവും ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കൊണ്ട് ഏറ്റവും കൂടുതലായിട്ട് അധ്വാനിക്കുവാൻ ഓടുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു, എന്നാൽ ഞാനല്ല, എന്നിലുള്ള ദൈവകൃപയാണ് അധ്വാനിച്ചത്. പൗലോസ് ദൈവത്തിന്റെ കൃപ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ കാരുണ്യം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ ക്ഷമ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ അഹങ്കാരം മുഴുവൻ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ നിമിഷം നമ്മോടും ദൈവം എത്രമാത്രം കാരുണ്യം കാണിച്ചു, എത്രയോ പ്രാവശ്യം നമ്മോടും ക്ഷമിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പ്രവൃത്തിയിലൂടെ തിരിച്ചു നൽകുവാൻ നമുക്കും സാധിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.